എറണാകുളം ജില്ലയുടെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു KSRTC ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. സാധാരണ ജനങ്ങൾക്ക് ആശ്രയമാകേണ്ട അവരുടെ യാത്രയ്ക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ട ഒരു ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ചേട്ടാ, ഇവിടെ ബസ് കാത്തിരിക്കുന്ന ഈ ഒരു സൗകര്യത്തിൽ ബസ് കാത്തിരിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇത് ഈ സ്റ്റേഷന്റെ സൗകര്യം നോക്കിയല്ല ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇതിന്റെ അടുത്തൊരു ഓഫീസിൽ വരണമായിരുന്നു. അപ്പോൾ അവിടുന്ന് പോകാൻ എനിക്ക് ഏറ്റവും സൗകര്യം എൻ്റെ നാട്ടിലോട്ട് കോഴഞ്ചേരിയിലാണ് ഞാൻ പോകേണ്ടത്. അപ്പോൾ അങ്ങോട്ടേക്ക് ബസ്സിന് പോകുന്നതാണ് എനിക്ക് സൗകര്യം. അതുകൊണ്ട് ഇവിടുത്തെ സൗകര്യം നോക്കിയാലേ ഞാൻ വന്നത്. സൗകര്യം തീരെ അപര്യാപ്തമാണ്. കാരണം ഇത് അണ്ടർ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ പരിമിതികളുണ്ട്. ഇരിക്കാൻ സീറ്റില്ല, ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഇല്ല. പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വന്നതാണ്. അപ്പോ എന്താ പറയാ, നിറയെ ചെളിയും വെള്ളവും ഒക്കെ ആയിട്ട് കിടക്കുന്നു. ഇപ്പൊ അണ്ടർ കൺസ്ട്രക്ഷൻ ആണെന്ന് പറഞ്ഞാൽ ഒരുപാട് നാളായി ഈ ഒരു സ്റ്റാൻഡിന്റെ പണി നടക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇതുവരെ ഒട്ടും പ്രത്യേകിച്ച് നീക്കുപോക്കുകളൊന്നും ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ അതിന് കാരണം ഇപ്പൊ നമ്മൾ പൊതുവെ കേൾക്കുന്ന ആരോപണങ്ങൾ പോലെ തന്നെ സർക്കാരിന്റെ അഴിമതി കൊണ്ട് തന്നെയാണോ ഇങ്ങനെ ഒരു പൊതു സ്ഥാപനം അല്ലെങ്കിൽ പൊതുപ്രവർത്തന രീതി ഇപ്പോഴും അധപതിച്ചു നിൽക്കുന്നത്? ആധികാരികമായിട്ട് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. ഫണ്ടിന്റെ അപര്യാപ്തയാണോ സർക്കാരിന്റെ അനാസ്ഥയാണോ, എന്തായാലും ശരി, പണി തുടങ്ങിയിട്ട് കുറേ നാളായി. ഇതുവരെയും തീർന്നിട്ടില്ല. യാത്രക്കാരെയും എല്ലാവരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. ഓക്കെ, താങ്ക് യു. കുറച്ച് സമയമായില്ലേ ബസ് കാത്തിരിക്കുന്നത്? അപ്പോൾ ഈ ഒരു സൗകര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു ബസ് സ്റ്റോപ്പിന്റെ സുരക്ഷയെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. സുരക്ഷിതം പറഞ്ഞാൽ കുറച്ച് ഇവിടെ മലിനമായിട്ടുള്ള ഒരു സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ഹിന്ദിക്കാരൻ്റെ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ വരുന്ന സമയത്തായാലും പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ അവിടെ പോക്കറ്റ് അടിക്കാരുണ്ട്, പറഞ്ഞിട്ട് പോലീസ് വരണ്ടാറും അങ്ങനെ കുറച്ച്. അപ്പോ വേറെ ബസ് സ്റ്റാൻഡുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബസ് സ്റ്റാൻഡിന്റെ ഒരു അവസ്ഥ എന്താണെന്ന് പറയാമോ? അപ്പൊ നിലവിൽ ഇത് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. പക്ഷെ എന്നാൽ പോലും കുറെ നാളുകളായിട്ട് ഇത് ഇപ്പോഴും പണി തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും തീരാതെ നിൽക്കുകയാണ്. ഈ ഒരു സൗകര്യങ്ങളിൽ ബസ് കാത്തിരിക്കുന്നത് എത്രത്തോളം തൃപ്തികരമാണെന്ന് പറയാം? ചോദിച്ചാൽ ഞാൻ ഭയങ്കര ബോറാണ്. ഇത്ര വൃത്തി കുറവാണ് ഇവിടുത്തെ ഒരു വൃത്തി അല്ലെങ്കിൽ സുരക്ഷ, ഇതിനെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം? സുരക്ഷ എന്ന് പറയുമ്പോ വലിയ കുറവാണ്, ഒന്നും പറയാനില്ല, വലിയ ശോകമാണ്. ഇവിടെ മൊത്തം എന്താ പറയാ, മുഴുവനും ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ വേറെ ബസ് സ്റ്റാൻഡുകളെ അപേക്ഷിച്ച് നമ്മുടെ ഈ ഒരു ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ഇത്രയും എറണാകുളത്തിന് ഹൃദയഭാഗത്ത് നിൽക്കുന്ന ഈ ഒരു ബസ് സ്റ്റാൻഡ് തന്നെ ഇത്രത്തോളം മോശമായി നിൽക്കുന്നതിനെ കുറിച്ച് പറയാം. ഞാൻ ഇപ്പൊ വൈറ്റിലെ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര മോശമായിട്ട് തോന്നുന്നുണ്ട്. അതുമായിട്ട് ഡീസെന്റ് ആയിട്ടുണ്ട് വൈറ്റിലേക്ക്. ഇവിടെ അത്ര പോരാ. പിന്നെ പറയുകയാണെങ്കിൽ പറയുന്നുണ്ട്, ചക്ക നന്നായെങ്കിൽ മാത്രമേ അല്ലേ ഉള്ളൂ, ബാക്കി നന്നാവുള്ളൂ. അതാണ്. അപ്പോ ഇപ്പോഴും ഇത് പണി നടക്കുവാണ്. ഒരുപാട് നാളുകളായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഇതുവരെ ആയിട്ട് പണി തീരുന്നില്ല എന്ന് പറയുമ്പോൾ ചോദിച്ചോട്ടെ, ഞങ്ങളിപ്പോ ടാക്സ് വരുന്ന സംഭവം, ഈ ടാക്സിൽ എന്താ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്? എല്ലാ പച്ചക്കറിക്ക് വില കൂടി, എല്ലാ സാധനത്തിന് വില കയറി. അതിന് എന്തെങ്കിലും ഞങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടോ? പെട്രോളിന് വില കൂടി എന്തിനുണ്ടോ? എവിടെ എത്ര ആക്സിഡന്റ് നടക്കുന്നു? സർക്കാർ എന്ത് നിയമം എടുക്കുന്നു? ഒന്നും എടുക്കുന്നില്ല. അവർ പറഞ്ഞെന്താ, ബസ് പ്രൈവറ്റ് ബസ് ആയാലും റോഡായാൽ പോലും ഇവിടെ ഇപ്പം എടപ്പള്ളിയിൽ, കല്ലൂര് എത്ര ആക്സിഡന്റ് നടക്കുന്നു, എത്ര പേര് മരിക്കുന്നു? ഇതിനൊന്നും സർക്കാർ ഒന്നും പറയുന്നില്ല. റോഡ് ഞങ്ങളുടെ പ്രശ്നമല്ല എന്നല്ല പറഞ്ഞു. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ സർക്കാരിന്റെ ഒരു അനാസ്ഥ തന്നെയല്ലേ? അത് ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഓട്ടിന്റെ കാര്യമില്ല. ഞാൻ ഇങ്ങോട്ടെ, നിങ്ങളെല്ലാം ഓട്ടി ചെയ്തിട്ടാണല്ലോ ഇത് കയറ്റുന്നത്. ഈ ഓട്ട് കയറ്റുന്നവര് നമ്മൾ പണിക്കാരനാണ്. ആ പണി അവർ ചെയ്യുന്നോ ഇല്ലയോ എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അത് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ തന്നെ പറ, ഇല്ലല്ലോ. അപ്പൊ നമ്മൾ വോട്ട് ചെയ്യണോ? വേണ്ട. എന്റെ ജീവനം അതാണ്, ഞാൻ വോട്ട് ചെയ്യാറില്ല. പക്ഷെ വോട്ട് ചെയ്ത് നല്ലൊരു എന്താ പറയാ പാർട്ടിയാണ് അല്ലെങ്കിൽ തലപ്പത്ത് വരുന്ന നല്ലൊരു വ്യക്തിയാണെങ്കിൽ അന്ന് തന്നെ അറിയാം. ഇപ്പൊ നമ്മുടെ വിജയ് ഇപ്പൊ പാർട്ടി വരും, പുള്ളി ചെയ്യുന്നുണ്ട്. അതുപോലെ അവരൊരു സപ്പോർട്ടാണ്. ഇവിടുത്തെ അങ്ങനെ ആൾക്കാരില്ല, കൈയിട്ട് വരാനാണ് നിൽക്കുകയുള്ളൂ. അവരുടെ ഫാമിലി നന്നാവുക, അവരുടെ ആൾക്കാർ നന്നാവുക. ജനങ്ങൾ നന്നാവാൻ ഒരിക്കലും അവർ സപ്പോർട്ടല്ല. ഓക്കെ, താങ്ക് യു. ആയില്ലേ ഈ ഒരു ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കാൻ തുടങ്ങിയിട്ട്? ഇതിന് മുൻപ് ഇവിടെ വരാറുണ്ടോ? ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോ ഈ ഒരു ബസ് സ്റ്റാൻഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് പറയാം. പക്ഷെ ഇത് കുറച്ചുകൂടി പുരോഗമനം വരുന്നെന്നാണ് എൻ്റെ അഭിപ്രായം.
ഞാൻ കോഴിക്കോട് താമസിക്കുന്ന ആളാണ്. അപ്പൊ ഞങ്ങളുടെ അവിടുത്തെ സ്റ്റാൻഡ് ഏകദേശം നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് കൂടി കുറച്ച് മെച്ചപ്പെട്ടതാണ്. അതുപോലെ ഇവിടെ ആയാൽ കൊള്ളാവുന്നുണ്ട്. ഇപ്പോ ഇതിനകത്താണെങ്കിലും മുഴുവൻ എന്താ പറയാ പട്ടിയായിട്ടാണെങ്കിലും അല്ലെങ്കിൽ മലിനീകരണപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇത്രയും പണികൾ ഇത്രയും വർഷങ്ങളായിട്ടും പണി തീരാതെ നടക്കുന്ന ഈ ഒരു ബസ് സ്റ്റാൻഡ് യഥാർത്ഥത്തിൽ സർക്കാരിന്റെ ഒരു അനാസ്ഥ തന്നെയാണ്. അതെ, സർക്കാർ ഇത് ശരിക്കും ഇത് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. സാധാരണക്കാരൊക്കെ വന്ന് കുട്ടികളെയൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന സ്ഥലമല്ലേ, അപ്പൊ കുറച്ചുകൂടി നീറ്റ് വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ ഒരു സർക്കാർ മാറി അടുത്തൊരു സർക്കാർ വന്നാൽ നന്നാകുമെന്നൊരു വിശ്വാസമുണ്ടോ? അതോ കേരളത്തിൽ വരുന്ന എല്ലാ സർക്കാരും ഇങ്ങനെ തന്നെയാണ്? അങ്ങനെ പറയാൻ പറ്റില്ല, എല്ലാവർക്കും ഒരു ചാൻസ് കൊടുക്കണ്ടേ. ചിലപ്പോൾ അടുത്തൊരു വരുമ്പോൾ ചിലപ്പോൾ നന്നാവായിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്തത് ആര് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അങ്ങനെ പാർട്ടി ബേസ് ആയിട്ടുള്ള ഒരു ഇതില്ല, ആര് വന്നാലും നന്നായാൽ മതി, അത്രേ ഉള്ളൂ. എല്ലാവർക്കും ചാൻസ് കൊടുക്കുക. ഓക്കെ, ശരി.